നിലമ്പൂർ മൂരിയെ ഇനി അറബുശാലയ്ക്ക് കൊടുക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാ അർത്ഥത്തിലും PV അൻവർ പ്രതിരോധത്തിലായി കഴിഞ്ഞു. ഇതുപോലെ ഒരു ഗതിയും പരഗതിയുമില്ലാതെ ഒരാളായി തീരുമെന്ന് ചിലപ്പോൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല അൻവർക്ക. പക്ഷേ യാഥാർത്ഥ്യം അതാണ്. ഇപ്പോൾ സ്വന്തം പാർട്ടിയിൽ പോലും ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു അദ്ദേഹം. തൃണമൂൽ കോൺഗ്രസും മമതയും അൻവറിനെ കൈവിടാൻ പോവുകയാണ്. ഇനി എന്താണ് അടുത്ത വഴി? കേരളത്തിലെ രാഷ്ട്രീയത്തിൽ തൃണമൂൽ കോൺഗ്രസ് അപമാനിക്കപ്പെടുന്നുവെന്ന ഒരു വിലയിരുത്തലിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. കേരള ഘടകത്തിൻ്റെ ഇടപെടലുകളിൽ കടുത്ത അതൃപ്തിയിലാണ് മമത എന്ന് പറയപ്പെടുന്നത്. കോൺഗ്രസ്സുകാർക്ക് മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്നുവെന്ന തരത്തിൽ കേരള നേതൃത്വം മാറിയോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ മമതയ്ക്കുള്ളത്. നിലമ്പൂരിൽ മത്സരിച്ച് കരുത്ത് കാട്ടുവാൻ PV അൻവറിനോട് തൃണമൂൽ നേതൃത്വം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ ഇക്കാര്യത്തിൽ എത്രയും വേഗം തീരുമാനമെടുക്കാനാണ് നിർദ്ദേശം നൽകിയിരുന്നത്. കേരളത്തിലെ തൃണമൂലിൻ്റെ നീക്കങ്ങളെന്ന് പറയപ്പെടുന്നത് ദേശീയ നേതൃത്വം നിരീക്ഷിക്കുകയാണ്. കോൺഗ്രസിനെ വെല്ലുവിളിച്ച് പാർട്ടി ഉണ്ടാക്കി ബംഗാളിൽ അധികാരം പിടിച്ചെടുത്ത നേതാവാണ് മമതാ ബാനർജി എന്ന് പറയപ്പെടുന്നത്. അത്തരത്തിലൊരു നേതാവിൻ്റെ രാഷ്ട്രീയത്തിന് ചേരുന്ന പ്രവർത്തികൾ കേരളത്തിലെ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നുള്ള നിലപാടാണ് തൃണമൂൽ ദേശീയ നേതൃത്വത്തിന് ഉള്ളത്. PV അൻവറിനെ മത്സരിപ്പിക്കുവാൻ സമ്മർദ്ദത്തിലാക്കുന്നതാണ് തൃണമൂലിൻ്റെ നിലപാട് എന്ന് പറയുന്നത്. UDF അല്ലെങ്കിൽ അവരുടെ തീരുമാനത്തിനായിട്ട് കാക്കുന്ന അൻവറിൻ്റെ രാഷ്ട്രീയ സമീപനത്തോട് തൃണമൂൽ ദേശീയ നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ് എന്നുള്ളതാണ്. അതേസമയം നിലമ്പൂരിൽ PV അൻവർ മത്സരിക്കണമെന്ന് തന്നെയാണ് തൃണമൂൽ ദേശീയ നേതൃത്വത്തിൻ്റെ ആഗ്രഹം പോലും. എന്നാൽ അൻവർ തന്നെയാണ് താൻ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനം ഒരു ദിവസം കൂടി വൈകുമെന്ന് അറിയിച്ചിരിക്കുന്നതും ഒരു പകൽ കൂടി കാത്തിരിക്കുവാൻ UDF നേതാക്കൾ അറിയിച്ചതായും മാന്യമായിട്ടുള്ള പരിഹാരം ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നതോ എന്നൊക്കെ അൻവർ പറഞ്ഞു വെക്കുന്നുമുണ്ട്. പക്ഷേ മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടിയാണ് ഈ വിഷയത്തിൽ ഒരു രമ്യതയ്ക്ക് ഒരു ചർച്ചയ്ക്ക് ശ്രമിക്കുന്നതും ഇപ്പോൾ ആ ചർച്ച നടത്തിയതുമൊക്കെ. അപ്പോൾ സ്വന്തം നിലയിൽ മത്സരിക്കുന്ന കാര്യത്തിൽ KC വേണുഗോപാലിനെ കണ്ട ശേഷം മാത്രമേ ഒരു അന്തിമ തീരുമാനം എടുക്കൂ എന്നൊക്കെയായിരുന്നു PV അൻവർ നേരത്തെ ഒരു വലിയ പ്രഖ്യാപനമൊക്കെ നടത്തിയിരുന്നത്. പക്ഷേ തന്നെ വസ്ത്രാക്ഷേപം നടത്തി തെരുവിലേക്ക് ദയാവധത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നുവെന്നും മുഖത്ത് ചെളിവാരി എറിയുകയാണ് എന്നുമൊക്കെ അൻവർ വല്ലാതെ വിലപിക്കുകയും ചെയ്തിരുന്നു. ആ വിലാപത്തിൽ ഇതുകൂടി പറഞ്ഞിരുന്നു. അതായത് UDFൽ നിന്ന് നീതി ലഭിച്ചില്ല എങ്കിൽ നിലമ്പൂരിൽ തനിച്ചു മത്സരിക്കുമെന്നും പ്രചരണത്തിനായിട്ട് മമതാ ബാനർജിയെ വരെ എത്തിക്കുമെന്നുമൊക്കെ വീമ്പ് പറഞ്ഞിരുന്നു ഇദ്ദേഹം. കൂടാതെ ഒരു അതിബുദ്ധി കൂടി ചെയ്യുവാൻ ഒരു ശ്രമം കൂടി നടത്തി ഈ നിലമ്പൂർ മൂരി. സ്വന്തം പാർട്ടിക്കാരനെ തന്നെ ഒറ്റുകൊടുക്കുവാൻ തീരുമാനിച്ചു. അതായത് സജി മഞ്ഞക്കടമ്പലിനെ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു അൻവറിൻ്റെ ഒരു നീക്കമെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ നിലമ്പൂരിൽ മത്സരിച്ചു തോറ്റുവെന്ന ഒരു പേരുദോഷം ഒഴിവാക്കാൻ ഒരാളെ കുരുതി കൊടുത്താൽ മതിയല്ലോ, അത് മഞ്ഞക്കടമ്പൻ ആകട്ടെ എന്ന് തീരുമാനിച്ചു അൻവർക്ക. എന്നാൽ അതിനിടെ മത്സരിക്കുവാനുള്ള ഒരു താല്പര്യക്കുറവ് സജി മഞ്ഞക്കടമ്പിലും അൻവറിനെ അറിയിച്ചു. നേരത്തെ ചേലക്കരയിൽ അൻവറിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മുൻ KPCC സെക്രട്ടറി ആയിരുന്ന NK സുധീർ മത്സരിച്ചിരുന്നതും പരാജയപ്പെട്ടതുമൊക്കെ സജികുമാറിന് നല്ലപോലെ അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം എല്ലാ അർത്ഥത്തിലും ആ മത്സരം സുധീറിന് വലിയ രാഷ്ട്രീയ നഷ്ടമായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ ഈ സാഹചര്യം സജി മഞ്ഞക്കടമ്പിലും തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അൻവറിൻ്റെ വാക്കുകെട്ട് മത്സരിച്ചാൽ രാഷ്ട്രീയം മതിയാക്കേണ്ടി വരുമോ എന്ന ആശങ്ക അത് സജി മഞ്ഞക്കടമ്പലിനും ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അൻവറിൻ്റെ പരിപാടികളും പ്രസ്താവനകളും എല്ലാം തന്നെ തൃണമൂൽ ദേശീയ നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളതാണ്. നിലമ്പൂരിൽ PV അൻവർ മത്സരിച്ചാൽ പോലും പ്രചരണത്തിന് മമത വരില്ല എന്നുള്ളതാണ്. തീർത്തും പ്രാദേശികമായിട്ടുള്ള തെരഞ്ഞെടുപ്പിലെ പ്രചരണങ്ങൾക്കൊന്നും തന്നെ മമത എത്താറില്ല. പിന്നെ ഈ മൂരിക്ക് വേണ്ടിയാണെങ്കിൽ ഒരു കാരണവശാലും മമത വരില്ല എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഏതായാലും കേരളത്തിലെ രാഷ്ട്രീയം മമതയും നിരീക്ഷിക്കുകയാണ്. അൻവറിൻ്റെ പ്രവൃത്തികളിൽ കട്ടക്കലിപ്പിലാണ് മമത. അതുകൊണ്ട് തന്നെ അൻവറിനെ ഈ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ അധിക സമയം വേണ്ടിവരില്ല മമതയ്ക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഈ ഗതികെട്ടവൻ അന്തേവാസിയായി ഏത് പാർട്ടിയിലെത്താനാകും ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ഈ മൂരികളെയൊക്കെ എന്താണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഒരു നാട്ടുനടപ്പ് എന്ന് പറയപ്പെടുന്നത്? അവറ്റകളെ നമ്മൾ അറബുശാലകൾക്ക് അറക്കാൻ കൊടുക്കും. അതുപോലെ അറബുശാലയ്ക്കൊരു വാഗ്ദാനമാകും ഇനി അൻവർക്കായി. അവസാനം പോയി CJPയിലോ വല്ലോ ചേരുകയും ചെയ്യും. നമ്മുടെ പൂഞ്ഞാർ കേശവൻ ചെയ്തത് കണ്ടില്ലേ? അതുപോലെ
എവിടെയെങ്കിലും ചെന്ന് പറ്റിച്ചേർന്ന് കിടന്നില്ല എങ്കിൽ ഇവനെയൊക്കെ നാട്ടുകാർ തല്ലിക്കൊല്ലും. അതുകൊണ്ട് ഗതികെട്ടവന്മാർ ഏതു വേഷവും എങ്ങനെയും കെട്ടാൻ തയ്യാറാകും. കുറച്ചു നാൾ കൂടി കഴിയുമ്പോൾ പേരും ഊരും നാടും രീതികളുമൊക്കെ മാറിയ അൻവറിനെയോ അല്ലെങ്കിൽ മറ്റൊരു നാമധാരിയായ അൻവറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റിനെയോ നമുക്ക് കാണേണ്ടി വരും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.